Relations and functions problems continue. Show that the relation R in the set 1, 2, 3, 4, 5, 6 given by R is equal to ordered pair AB such that mod A minus B is even number is an equivalence relation. That prove here. Now we can show that question in the here set given that A is equal to set 1, 2, 3, 4, 5, 6. Relation R is given by ordered pair AB such that mod A minus B even number ആണെങ്കിൽ AB relation ഉണ്ടാവും R on A, which means A to A is the subset of പറയൂ A cross A. Okay, R from A to A, subset of A cross A, subset of A cross A. First one, reflexive. The condition of reflexive relation A സെറ്റിലെ എലമെന്റ് ആണെങ്കിൽ A റിലേഷനിൽ വരണം. അതായത് റിലേഷനിൽ 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6 ഈ 6 ഓർഡേർഡ് പെയർസും ഈ കണ്ടീഷൻ അനുസരിച്ച് ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ലെറ്റ് us assume that A belongs to the given set. Given സെറ്റിലെ എലമെന്റ് ആണ് A എടുക്കുക. ഇനി എന്താണ് കണ്ടീഷൻ? മോഡ് A മൈനസ് ബി ഈവൻ നമ്പർ ആണെങ്കിൽ AB റിലേഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ A റിലേഷനിൽ ഉണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. A റിലേഷനിൽ ഉണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആണ്. അപ്പൊ A റിലേഷനിൽ വരാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ആലോചിക്കണം. AB റിലേഷനിൽ വരാനുള്ള കണ്ടീഷൻ മോഡ് A മൈനസ് ബി ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പൊ A റിലേഷനിൽ വരാനുള്ള കണ്ടീഷൻ മോഡ് A മൈനസ് എ. മോഡ് A മൈനസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. 0 is an even number. 0 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? ഈവൻ നമ്പർ ആണ്. 0 ഈവൻ നമ്പർ ആയതുകൊണ്ട്, അതായത് മോഡ് A മൈനസ് എ ഈവൻ നമ്പർ ആയതുകൊണ്ട് A റിലേഷനിൽ ഉണ്ടായിരിക്കും. നമുക്ക് പറയാം R ഈസ് റിഫ്ലക്സീവ്. R റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഓക്കെ, ഇനി സിമട്രിക് റിലേഷൻ. സിമട്രിക് റിലേഷൻ. സിമട്രിക് റിലേഷന്റെ കണ്ടീഷൻ AB റിലേഷനിൽ വന്നാൽ BAയും റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് അസ്യൂം ചെയ്യാം? ലെറ്റ് AB ബിലോങ്സ് ടു R. AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. AB റിലേഷനിൽ ഉണ്ടെങ്കിൽ ഗിവൺ കണ്ടീഷൻ, അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ മോഡ് A മൈനസ് ബി ഈസ് എൻ ഈവൻ നമ്പർ. അല്ലെ? മോഡ് A മൈനസ് ബി ഈവൻ നമ്പർ ആണെങ്കിൽ AB റിലേഷനിൽ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് BA റിലേഷനിൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ, ഇഫ് BA ബിലോങ്സ് ടു R, then മോഡ് B മൈനസ് എ ഈസ് ഈവൻ നമ്പർ ആവണം. ലുക്ക് സ്റ്റുഡൻസ്, മോഡ് A മൈനസ് ബി ഈവൻ നമ്പർ ആണെങ്കിൽ മോഡ് B മൈനസ് എയും ഈവൻ നമ്പർ ആയിരിക്കും.
ഷുവർ. നോക്കൂ, മോഡ് 6 മൈനസ് 18 ഈവൻ നമ്പർ ആണോ എന്ന് നോക്കൂ. -12ന്റെ മോഡ് 12 ഈവൻ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് 18 മൈനസ് 6ഉം ഈവൻ നമ്പർ അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. മോഡ് a മൈനസ് ബി ഈവൻ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ മോഡ് b മൈനസ് എയും ഈവൻ നമ്പർ ആയിരിക്കും. Therefore BA belongs to R. എന്ത് റിലേഷനും കൂടിയാണ്? സിമട്രിക് റിലേഷൻ. സിമട്രിക് റിലേഷൻ. അപ്പൊ R ഈസ് റിഫ്ലക്സീവ് ആൻഡ് R ഈസ് സിമട്രിക്. ഇനി ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റീവിന്റെ ഡെഫിനീഷൻ എന്താണ്? AB belongs to R and BC belongs to R, which implies AC belongs to R. അപ്പൊ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? ലെറ്റ് AB belongs to R and BC belongs to R. AB belongs to R ആണെങ്കിൽ according to the given condition mod A minus B is even and BC belongs to R ആണെങ്കിൽ according to the given condition mod B minus C is even. ഓക്കെ, നമ്മളെ കണ്ടീഷനില് മോഡ് എ മൈനസ് ബിനെ തൽക്കാലം ഞാൻ എ മൈനസ് ബി എന്ന് എഴുതി കേട്ടോ. എ മൈനസ് ബി ഈസ് ഈവൺ. മോഡ് ബി മൈനസ് സിനെ ഞാൻ എന്തെഴുതി? ബി മൈനസ് സി എന്ന് എഴുതി. ബി മൈനസ് സി ഈസ് ഈവൺ. അപ്പൊ എ മൈനസ് ബിയും ഈവൻ നമ്പർ ആണ്, ബി മൈനസ് സിയും ഈവൻ നമ്പർ ആണ്. രണ്ട് ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ എഗെയിൻ ഈവൻ നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈസ് എന്ത് നമ്പർ തന്നെയായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ഇവിടുന്ന് മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ചെയ്താൽ എ മൈനസ് സി ഈസ് ഈവൻ എന്ന് വരും. അതിന് നമുക്കൊരു മോഡിന്റെ ഉള്ളിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മോഡ് എ മൈനസ് സി ഈസ് ഈവൻ നമ്പർ. മോഡ് എ മൈനസ് സി ഈവൻ നമ്പർ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ AC belongs to R. Therefore R is transitive. Therefore R is transitive. The given relation is reflexive, symmetric and transitive. Therefore R is an equivalence relation. R is an equivalence relation. റിഫ്ലക്സീവും സിമട്രിക്കും ട്രാൻസിറ്റീവുമായതുകൊണ്ട് R is an equivalence relation. First you make a note. Okay. Then show that every element of set 135 is related to each other. Is related to each other. സെറ്റ് 135ലെ എല്ലാ എലമെന്റ്സും പരസ്പരം റിലേറ്റഡ് ആണ് അക്കോർഡിംഗ് ടു ദിസ് കണ്ടീഷൻ. എ ബി റിലേഷനിൽ ഉണ്ടെങ്കിൽ മോഡ് എ മൈനസ് ബി ഈവൻ ആണ് എന്നാണ് നമ്മളെ കണ്ടീഷൻ. അതായത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ 1 1 3 1 5 related to each other. 3 1 3 3 3 5 നോക്കൂ 5 1 5 3
5 5 ഇത്രയും ഓർഡേർഡ് പെയേഴ്സ് ആണ് ഇതിലേക്ക് തന്നെയുള്ള റിലേഷനിൽ വരിക. ഈ എലമെന്റ്സ് ഒക്കെ ഈ ഗിവൺ കണ്ടീഷൻ അനുസരിച്ച് റിലേറ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നോക്കൂ. മോഡ് 1 - 1 ഈവൻ നമ്പർ അല്ലേ? 0 ഈവൻ നമ്പർ. മോഡ് 1 - 3 ഈവൻ നമ്പർ. മോഡ് 1 - 5 ഈവൻ നമ്പർ. മോഡ് 3 - 1 ഈവൻ നമ്പർ. മോഡ് 3 - 3 ഈവൻ നമ്പർ. മോഡ് 3 - 5 ഈവൻ നമ്പർ. മോഡ് 5 - 1 ഈവൻ നമ്പർ. മോഡ് 5 - 3 ഈവൻ നമ്പർ. മോഡ് 5 - 5 ഇതെല്ലാം തന്നെ ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് ആവണമെന്നാണ് കണ്ടീഷൻ. സോ every element of set 1 3 5 is related to each other. Similarly, every element of set 2 4 according to the given condition related ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാ ഓർഡേർഡ് പെയേഴ്സ് വരിക? 2 2 2 4 4 2 4 4 ഇത്രയുമാണ് അതിൽ ഓർഡേർഡ് പെയേഴ്സ് വരിക. ഗിവൺ കണ്ടീഷനിൽ റിലേറ്റഡ് ആണോ നോക്കി. മോഡ് 2 - 2 ഈവൻ നമ്പർ. മോഡ് 2 - 4 ഈവൻ നമ്പർ. മോഡ് 4 - 2 ഈവൻ നമ്പർ. മോഡ് 4 - 4 ഈവൻ നമ്പർ. ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് അല്ലേ? therefore related to each other. Related to each other. ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് പറയുന്നത് സെറ്റ് 1 3 5 എലമെന്റ്സും സെറ്റ് 1 2 4 എലമെന്റ്സും റിലേറ്റഡ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്ക്. 1 2 മോഡ് 1 - 2 ഈവൻ ആണോ? മോഡ് 1 - 4 ഈവൻ ആണോ? 1 4 ക്രോസ് പ്രോഡക്റ്റ് 1 2 1 4 1 2 റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ മോഡ് 1 - 2 ഈവൻ. 1 4 റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ മോഡ് 1 - 4 ഈവൻ. ഇനി 3 2 ഇതിന്റെ രണ്ടിന്റെയും ക്രോസ് പ്രോഡക്റ്റ് മോഡ് 3 - 2 മോഡ് 3 - 4. ഇനി മോഡ് 5 - 2 മോഡ് 5 - 4 ആർ നോട്ട് ഈവൻ നമ്പേഴ്സ്. അതൊന്നും എന്തല്ല? ഈവൻ നമ്പേഴ്സ് അല്ല. therefore not related to each other. സെറ്റ് 1 3 5 സെറ്റ് 2 4 എലമെന്റ്സ് റിലേറ്റഡ് അല്ല. ബട്ട് ആ സെറ്റിൽ റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ് അക്കോർഡിംഗ് ടു ദിസ് കണ്ടീഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, മേക്ക് എ നോട്ട്. Then our next question, show that the relation R in the set A is equal to x belongs to Z 0 less than or equal to x less than or equal to 12. Here we have two questions. R is equal to ordered pair AB. Mod A minus B is a multiple of 4. R is equal to ordered pair AB. A is equal to B is an equivalence relations. Find all elements related to 1 in each case. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വേറൊരു വിധത്തിലും വരാം. Or find the equivalence class of 1. Question very very important. CBSE repeat question ആണ്. Very very important. Okay, dear students, look here. Here A is equal to set 0 1 2 3 etc. to 12. Okay,
R is the subset of A cross A. Is the subset of A cross A. ഇനി ഇങ്ങോട്ട് നോക്കേ, ഈ കണ്ടീഷൻ അനുസരിച്ച് ഞാൻ റോസ്റ്റർ ഫോമിൽ എഴുതുന്നില്ല. ഫസ്റ്റ് കണ്ടീഷൻ റിഫ്ലക്സീവ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ R A belongs to the given set. ഇനി എന്ത് ചെക്ക് ചെയ്യണം? A റിലേഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. AB റിലേഷനിൽ വരാനുള്ള കണ്ടീഷൻ mod A minus B is a multiple of 4. Then AA റിലേഷനിൽ വരാനുള്ള കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ mod A minus A എന്താവണം? മൾട്ടിപ്പിൾ ഓഫ് 4 ആവണം. mod A minus A എന്ന് പറഞ്ഞാൽ 0 is a multiple of 4. 0 എല്ലാ നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആണ്. which means mod A minus A is multiple of 4. Therefore AA belongs to R. R is reflexive. R എന്ത് റിലേഷൻ ആണ് മക്കളെ? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഓക്കെ. Then second, symmetric. What is the condition of symmetric? AB വന്നാൽ BAയും വരണം. നമ്മൾ അസ്യൂം ചെയ്യാം. Let AB belongs to R. AB റിലേഷനിൽ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. AB റിലേഷനിൽ വന്നാൽ എന്താണ് കണ്ടീഷൻ? mod A minus B മൾട്ടിപ്പിൾ ഓഫ് 4 ആവണം. mod A minus B is a multiple of 4. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കൂ മക്കളെ. mod 4 minus 12 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അല്ലെ? 8 വരും. മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ mod 12 minus 4ഉം മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. പറഞ്ഞു വരുന്നത് mod A minus B മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ mod B minus Aയും മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. mod B minus A മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ BA belongs to the relation. R is പറയൂ, R is symmetric. R is symmetric. Then ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ. ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ്? AB belongs to R and BC belongs to R. ഇത് രണ്ടും റിലേഷനിലുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ mod A minus B according to the given condition mod A minus B is a multiple of 4 and പറയൂ എന്തും കൂടെ mod B minus C is a multiple of 4. mod A minus B യും മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. mod B minus C യും മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഓക്കെ, mod A minus B നെ തൽക്കാലം ഞാൻ എന്ത് എഴുതി? A minus B. A minus B is a multiple of 4 and പറയൂ B minus C is a multiple of 4. mod A minus B എന്ന് പറയുന്നത് A minus B എന്ന് എഴുതി. mod B minus C ക്ക് പകരം B minus C എന്ന് എഴുതി. മൾട്ടിപ്പിൾ ഓഫ് 4 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താലും മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയായിരിക്കും. അതായത് പറയൂ A minus B plus B minus C is a multiple of 4. മൈനസ് B plus B ക്യാൻസൽ ആയി. ബാക്കി എന്ത് വന്നു? A minus C എന്ന് വന്നു. A minus C നെ mod A minus C എന്ന് എഴുതാം.
mod A minus C is a multiple of 4. Mod A minus C multiple of 4 ആണെങ്കിൽ AC belongs to R. അല്ലെ? mod A minus B multiple of 4 ആണെങ്കിൽ AB belongs to R. ഇവിടെ എന്ത് വന്നു? mod A minus C multiple of 4 ആണെങ്കിൽ AC belongs to R. R is transitive. റിഫ്ലക്സീവുമാണ്, സിമെട്രിക്കുമാണ്, ട്രാൻസിറ്റീവുമാണ്. Therefore R is an equivalence relation. Clear? Make a note. Okay. ഇനി find the equivalence class of 1. ഈ ക്വസ്റ്റ്യനിൽ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 ആണ് പറയാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, നമ്മുടെ കണ്ടീഷൻ എന്താ? എ ബി റിലേഷനിൽ വരണമെങ്കിൽ മോഡ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആവണം. എ ബി റിലേഷനിൽ വരണമെങ്കിൽ മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആവണം. ക്ലിയർ ആണ്? Here the relation is the subset of എന്താണ് മക്കളെ? A cross A ആണ്. What is A? Set 0, 1, 2, 3, etc. to 12. Equivalence class of 1 എന്ന് പറഞ്ഞാൽ ഇതിൽ 1ൽ തുടങ്ങുന്നത് ഏതൊക്കെയാണ് നോക്കുക. ഇതിന്റെ A cross A വരിക 0, 0, 0, 1, 0, 2, 0, 3, 0, 4, 0, 5, etc. 0, 12 വരും. അല്ലെ? ഈ റിലേഷനിൽ വരുന്നത് ഏതൊക്കെയായിരിക്കും? പിന്നെ 1, 0. 1, 0 ഈ റിലേഷനിൽ വരൂല. കാരണം മോഡ് 1 മൈനസ് 0 മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. 1, 1 റിലേഷനിൽ ഉണ്ടാവും. 1, 1 റിലേഷനിൽ ഉണ്ടാവും. കാരണം എന്താ? മോഡ് 1 മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. 1, 2 റിലേഷനിൽ വരുമോ? ഇല്ല. കാരണം മോഡ് 1 മൈനസ് 2 മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. 1, 3 ഇല്ല, 1, 4 ഇല്ല, പിന്നെ വരിക 1, 5 ആണ്. കാരണം എന്താ? മോഡ് 1 മൈനസ് 5 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. പിന്നെ 1, 6 വരൂല, 1, 7 ഇല്ല, 1, 8 ഇല്ല, 1, 9 ആണ് അടുത്തത് വരിക. കാരണം മോഡ് 1 മൈനസ് 9 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. 8 വരും, മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. പിന്നെ 1, 10 ഇല്ല, 1, 11 ഇല്ല, 1, 12 ഇല്ല. അപ്പൊ 1നോട് റിലേറ്റ് ചെയ്തിട്ട് പെയർ 1 ആദ്യം വരുന്നിട്ട് ഈ കണ്ടീഷനിൽ വരുന്ന ഓർഡേഡ് പെയർ 1, 1, 1, 5, 1, 9 ആണ്. ഇത് ആദ്യം എടുത്തെഴുതുക. അല്ലെങ്കിൽ റിലേഷൻ റോസ്റ്റർ ഫോമിൽ ഉണ്ടെങ്കിൽ, നമ്മളിത് റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടില്ല, അതായത് ടാബുലാർ മെത്തേഡിൽ എഴുതിയിട്ടില്ല. എഴുതുകയാണെങ്കിൽ അതിൽ നിന്ന് നോക്കി എഴുതിയാൽ മതി. ഓക്കെ. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ ഈ 1 ഫസ്റ്റ് എലമെന്റ് വരുമ്പം ഇതിന്റെ ഇമേജ് ഏതൊക്കെയാണ്? 1, 5, 9. ഇതാ ഈക്വലൻസ് ക്ലാസ് അല്ലെങ്കിൽ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുക. സെറ്റ് 1, 5, 9. സിമ്പിൾ. ഇങ്ങനെയാണ് ഒരു എലമെന്റിന്റെ എന്ത് എഴുതുക? ഈക്വലൻസ് ക്ലാസ് എഴുതുക. നിങ്ങളിപ്പോ ഇവിടെ 1ന്റെ ഈക്വലൻസ് ക്ലാസ് എഴുതി. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ഈക്വലൻസ് ക്ലാസ് ഓഫ് 0 എഴുതണമെങ്കിൽ ഈക്വലൻസ് ക്ലാസ് ഓഫ് 0ന്റെ ഈക്വലൻസ് ക്ലാസ് എഴുതണമെങ്കിൽ ഈ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏതൊക്കെ ഓർഡേർഡ് പെയറാണ് വരിക? 0, 0, മോഡ് എ മൈനസ് ബി ഈവൻ, 0, 0, പിന്നെ 0, 4, 0 മൈനസ് 4 ഈവൻ, 0, 8, 0, 12. ഇതൊക്കെയാണ് 0ന്റെ ഈ കണ്ടീഷൻ അനുസരിച്ച് 0ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡേർഡ് പെയർ ആയിട്ട് വരിക. അപ്പൊ 0ന്റെ ഈക്വലൻസ് ക്ലാസ് എഴുതുമ്പോൾ ഇതാ ഇതിന്റെ ഇമേജസ് ഒക്കെ 0, 4, 8, 12. ഇതാണ് 0ന്റെ ഈക്വലൻസ് ക്ലാസ്. 0ന്റെ ഈക്വലൻസ് ക്ലാസ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തന്നെയാണ്. ഇതാണ് സംഭവം. ക്ലിയർ? നോട്ട്. Second question. R is equal to ordered pair AB.
ആർ ഈസ് എൻ ഈക്വലൻസ് റിലേഷൻ. ഇത് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആർ എ ഈസ് ഈക്വൽ ടു ബി ആണ്. അപ്പൊ അതിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 0 1 1 സെറ്റ് 0 to 12 അല്ലേ, 2 2 എക്സെട്ര 12 12. ഇതാണ് ശരിക്കും ആ റിലേഷന്റെ ടാബുലാർ ഫോം. എ ഈസ് ഈക്വൽ ടു ബി, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഈക്വൽ ആവണം എന്നല്ലേ കണ്ടീഷൻ. അപ്പൊ ഇതാണ് ആ റിലേഷന്റെ എന്ത് ഫോം? ടാബുലാർ ഫോം. നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് റിഫ്ലക്സീവ് റിലേഷൻ, ലെറ്റ് എ ബിലോങ്സ് ടു ദ ഗിവൺ സെറ്റ്. എ റിലേഷനിൽ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എ ബി റിലേഷനിൽ വരാനുള്ള കണ്ടീഷൻ എയും ബിയും ഈക്വൽ ആവണം. രണ്ട് എലമെന്റ്സ് അത് രണ്ടും ഈക്വൽ ആണെങ്കിലാണ് റിലേഷനിൽ വരിക. അപ്പൊ എ റിലേഷനിൽ വരാനുള്ള കണ്ടീഷൻ, എ റിലേഷനിൽ വരാനുള്ള കണ്ടീഷൻ എ ഈസ് ഈക്വൽ ടു എ ആണോ നോക്കിയാൽ മതി. എ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ട്രൂ ആണ്, ശരിയാണത് അല്ലെ. അപ്പൊ ആർ റിഫ്ലക്സീവ് ആയിരിക്കും. റിഫ്ലക്സീവ്. ഓക്കെ. ദെൻ സിമട്രിക്കിന് നമ്മൾ എന്ത് അസ്യൂം ചെയ്യാം? എ ബി ബിലോങ്സ് ടു ആർ എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ എന്തായിരിക്കും? എ ഈസ് ഈക്വൽ ടു ബി ആണ് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്. എ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ തിരിച്ച് ബി ഈസ് ഈക്വൽ ടു എ എന്നും പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കും. അപ്പൊ ആ റിലേഷൻ എന്തും കൂടിയായി? സിമട്രിക്കും കൂടിയായി. റിഫ്ലക്സീവുമായി പറയും, സിമട്രിക് റിലേഷനുമായി. അക്കോർഡിംഗ് ടു ദ ട്രാൻസിസ്റ്റിവിറ്റി, ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി റിലേഷനിൽ ഉണ്ടായിരിക്കണം ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ. എ ബിയും റിലേഷനിലുണ്ട്, ബി സിയും റിലേഷനിലുണ്ട്. എന്നിട്ട് എ സി ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ നമുക്ക് എന്താ പറയാം മക്കളെ? എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാം. ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ? എ ഈസ് ഈക്വൽ ടു ബിയും ബി ഈസ് ഈക്വൽ ടു സിയും ആണെങ്കിൽ ഡെഫിനിറ്റ്ലി എ ഈസ് ഈക്വൽ ടു സി അല്ലേ? എ ബിനോട് ഈക്വൽ ആണ്, ആ ബി സിനോട് ഈക്വൽ ആണ്. അപ്പൊ പിന്നെ എയും സിയും ഈക്വൽ അല്ലേ? ഷുവർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ സി ബിലോങ്സ് ടു ആർ. എ സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആറിനെ നമുക്ക് എന്ത് റിലേഷൻ ആയിട്ട് എടുക്കാം? ട്രാൻസിറ്റീവ് റിലേഷൻ ആയിട്ട് എടുക്കാം. എ ബിയും ബി സിയും ഉണ്ടെന്ന് അസ്യൂം ചെയ്തു, എ സി റിലേഷനിൽ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് റിലേഷനുമാണ്. റിഫ്ലക്സീവ്, സിമട്രിക്, ട്രാൻസിറ്റീവ്. ദെൻ ആർ ഈസ് എൻ ഈക്വലൻസ് റിലേഷൻ. ആർ ഈസ് എൻ ഈക്വലൻസ് റിലേഷൻ. ഇത് കൂടാതെ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. റൈറ്റ് ദ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. നോക്കൂ, ഞാനത് ഓൾറെഡി ഇവിടെ റോസ്റ്റർ ഫോമിൽ അത് എഴുതി കഴിഞ്ഞു. ഇനി 1ന്റെ ഈക്വലൻസ് ക്ലാസ് നിങ്ങൾ ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. 1ന്റെ ഈക്വലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 1നോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെന്റ്സ് നമ്മൾ ഒരു സെറ്റിന്റെ ഉള്ളിലാക്കി എഴുതണം. വാട്ട് ഈസ് ദ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1? ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 ഈസ് 1. കണ്ടോ, 1നോട് റിലേറ്റ് ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഇമേജസ് ഒക്കെയാണ് ഒരു സെറ്റിലാക്കി എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? മേക്ക് എ നോട്ട്. Okay. Let L be the set of all lines in a plane. ഒരു ഫ്ലാറ്റ് സർഫസിൽ എത്ര ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ, ആ ലൈൻസ് എല്ലാം തന്നെ
എൽ എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഉണ്ടാവും. ഒരു പ്ലെയിനില് ഫ്ലാറ്റ് സർഫസില് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ആ ലൈൻസ് എല്ലാം തന്നെ എൽ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. ഒരു പ്ലെയിനിൽ എത്ര ലൈൻസ് ഉണ്ടോ അതെല്ലാം തന്നെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. ആൻഡ് ആർ ബി ദ റിലേഷൻ ഓൺ എൽ. ആ സെറ്റിന്ന് അതിലേക്ക് തന്നെയുള്ള റിലേഷൻ ആണ് എന്ത് ഡിഫൈൻഡ് ബൈ ആർ is equal to L1, L2 such that L1 perpendicular to L2 എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാല് ഇതാ ഈ പ്ലെയിനിൽ ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട്. ഇതില് ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ് ഒക്കെ ഇപ്പൊ നോക്കൂ, ഇത് എ എന്ന് പറയുന്ന ഒരു ലൈന്, ഇത് ബി എന്ന് പറയുന്ന ഒരു ലൈന്. ഈ എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഈ റിലേഷനിൽ വരും. ഇതിൽ ഏതൊക്കെ ലൈൻസ് ആണോ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ആ പെർപെൻഡിക്കുലർ ലൈൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈൻസ് ഇങ്ങനെ ഓർഡേർഡ് പെയർ ആയിട്ട് ഈ റിലേഷനിൽ ഉണ്ടാവും. സെറ്റിൽ എല്ലാ ലൈൻസും ഉണ്ടാവും, പക്ഷെ റിലേഷനിൽ ഓർഡേർഡ് പെയർസ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ലൈൻസ് മാത്രമേ റിലേഷനിൽ ഓർഡേർഡ് പെയർ ആയിട്ട് ഉണ്ടാവുള്ളൂ എന്ന്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷോ ദാറ്റ് ആർ ഈസ് സിമട്രിക് ബട്ട് നൈദർ റിഫ്ലക്സീവ് നോർ ട്രാൻസിറ്റീവ്. സിമട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, റിഫ്ലക്സീവുമല്ല ട്രാൻസിറ്റീവുമല്ല. എന്താണ് റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ? എ ബിലോങ്സ് ടു ആർ. റിലേഷനിൽ എ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ വരണം. ഞാൻ അസ്യൂം ചെയ്യാണ് ലെറ്റ് ദ ലൈൻ എൽ ക്യാപിറ്റൽ എൽ ബിലോങ്സ് ടു ഗിവൺ സെറ്റ്. എൽ എന്ന് പറയുന്ന ഒരു ലൈൻ, ഈ ലൈൻ എൽ ആണെങ്കിൽ ആ ലൈൻ ആ പ്ലെയിനിൽ ഉണ്ട്, സെറ്റിലുണ്ട്. ഇനി അത് റിഫ്ലക്സീവ് ആവണമെങ്കിൽ എൽ എൽ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. എൽ എൽ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. L1 L2 വരാനുള്ള കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. L1 പെർപെൻഡിക്കുലർ ടു L2 ആവണം. എ ബി വരാനുള്ള കണ്ടീഷൻ എ പെർപെൻഡിക്കുലർ ടു ബി ആവണം. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എൽ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എൽ ഈസ് പെർപെൻഡിക്കുലർ ടു എൽ ആവണം. ഈ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരിക്കലും ഒരു ലൈൻ ആ ലൈനിനോട് തന്നെ പെർപെൻഡിക്കുലർ അല്ല. അപ്പൊ നമുക്ക് എഴുതാം എൽ നോട്ട് പെർപെൻഡിക്കുലർ ടു എൽ. Therefore അങ്ങനെ പെർപെൻഡിക്കുലർ അല്ലാത്തത് കൊണ്ട് എൽ ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു എൽ. Therefore R ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഒരു ലൈനും അതേ ലൈനിന് പെർപെൻഡിക്കുലർ അല്ലാത്തത് കൊണ്ട് എൽ നോട്ട് ബിലോങ്സ് ടു ആർ. Therefore R ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഈ ക്വസ്റ്റ്യനിൽ പെർപെൻഡിക്കുലറിന് പകരം പാരലൽ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എവരി ലൈൻ ഈസ് പാരലൽ ടു ഇറ്റ്സെൽഫ്. ഏതൊരു ലൈനും അതേ ലൈനിന് തന്നെ പാരലൽ ആയതുകൊണ്ട് റിഫ്ലക്സീവ് ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആവുമ്പോ നോട്ട് റിഫ്ലക്സീവ്. ഇനി സിമട്രിക് ആണോ നോക്കാം. ലെറ്റ് L1, L2 ബിലോങ്സ് ടു ആർ. L1 L2 റിലേഷനിൽ വന്നാൽ അത് സിമട്രിക് ആവണമെങ്കിൽ L2 L1 റിലേഷനിൽ ഉണ്ടായിരിക്കണം. L1 L2 ബിലോങ്സ് ടു ആർ. രണ്ട് ലൈൻ ആ റിലേഷനിൽ ഉണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു അവർ കണ്ടീഷൻ L1 പെർപെൻഡിക്കുലർ ടു L2. അപ്പൊ നമുക്ക് എന്തെഴുതാം? L1 L2 പെർപെൻഡിക്കുലർ ആണ്. നോക്കൂ, L1 ഇത് L2 ഇത്. L1 പെർപെൻഡിക്കുലർ ടു L2 ആണെങ്കിൽ തിരിച്ച് നമുക്ക് എന്തും പറയാം മക്കളെ. L2 പെർപെൻഡിക്കുലർ ടു L1 എന്നും പറയാം.
ക്ലിയർ ആവുന്നുണ്ടോ? L2 പെർപെൻഡിക്കുലർ ടു L1 ആണെങ്കിൽ L2 L1 ബിലോങ്സ് ടു R ആണ്. ക്ലിയർ? ദെൻ R ഈസ് എന്ത് റിലേഷൻ ആണ്? സിമട്രിക് ആണ്. ഇനി പെർപെൻഡിക്കുലറിന് പകരം പാരലൽ വന്നാലും എന്ത് തന്നെയാവും? സിമട്രിക് ആവും. കാരണം L1 പാരലൽ ടു L2 വിച്ച് ഇംപ്ലൈസ് L2 പാരലൽ ടു L1. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാരലൽ ആണ്. ദെൻ ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ അസ്യൂം ചെയ്യാം? L1, L2 ബിലോങ്സ് ടു R റിലേഷനിൽ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യൂ. പിന്നെ L2, L3 ഇതും റിലേഷനിൽ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? L1 പെർപെൻഡിക്കുലർ ടു L2 ആയിരിക്കും. പിന്നെ എന്തും കൂടി ആയിരിക്കും? L2 പെർപെൻഡിക്കുലർ ടു L3 ആയിരിക്കും. അങ്ങനെകൊണ്ടാണ് L1 L2ഉം L2 L3യും റിലേഷനിൽ ഉണ്ടാവുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഇത് ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ L1 L3 റിലേഷനിൽ ഉണ്ടാവണം. L1 L2 റിലേഷനിലുണ്ട്. L1 പെർപെൻഡിക്കുലർ ടു L2, L2 പെർപെൻഡിക്കുലർ ടു L3. എന്നാ L1ഉം L3യും പെർപെൻഡിക്കുലർ ആവുമോ? നോ. L1 ഡെഫിനിറ്റ്ലി L1 നോട്ട് പെർപെൻഡിക്കുലർ ടു L3. നോക്കൂ ആ ഫിഗറിലേക്ക്, പെർപെൻഡിക്കുലർ ആവോ? Therefore L1, L3 നോട്ട് ബിലോങ്സ് ടു R. R ഈസ് നോട്ട്, പറയൂ എന്തായിരിക്കും? R ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. Therefore R is not transitive. Therefore the relation is symmetric only. പറയൂ, symmetric only. ഇനി ഇവിടെ പെർപെൻഡിക്കുലറിന് പകരം പാരലൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ട്രാൻസിറ്റീവ്. L1 L2 പാരലൽ, L2 L3 പാരലൽ. ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും പാരലൽ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആണ് ആവാത്തത്. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് അവസാനിക്കുകയാണ്. Then we are going to move different types of function on next video onwards. Thank you for watching.